ഹലോ ഫ്രണ്ട്സ്, ജൂൺ 19 വായന ദിനമായി ആചരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് വായന ദിനമായി നമ്മൾ ആചരിക്കുന്നത്. വായന ദിനത്തിൽ സ്കൂളുകളിൽ നടത്തുന്ന വിവിധ ക്വിസ് മത്സരങ്ങൾക്ക് വിജയിക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം: ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ 19 വായന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം: പുതുവായിൽ നാരായണ പണിക്കർ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം: തുഞ്ചത്ത് എഴുത്തച്ഛൻ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഇത് ആരുടെ വരികൾ? ഉത്തരം: അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം: പി.എൻ. പണിക്കർ. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം: ചെറുശ്ശേരി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം? ഉത്തരം: ഉണ്ണുനീലി സന്ദേശം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന കവിത രചിച്ചതാര്? ഉത്തരം: ചെമ്മനം ചാക്കോ. ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചതാര്? ഉത്തരം: ഇരയിമ്മൻ തമ്പി. കുറ്റിപ്പെൻസിൽ എന്ന കൃതി രചിച്ചതാര്? ഉത്തരം: കുഞ്ഞുണ്ണി മാഷ്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ? ഉത്തരം: വാസനാ വികൃതി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം: മഹാത്മാഗാന്ധി. കേരള വാത്മീകി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം: വള്ളത്തോൾ നാരായണ മേനോൻ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം: പി.എൻ. പണിക്കർ. വീണപൂവ് എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം: കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? ഉത്തരം: കുന്തലത. ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി? ഉത്തരം: കുമാരനാശാൻ. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആര്? ഉത്തരം: ബാലാമണിയമ്മ. കൃഷ്ണഗാഥ രചിച്ചതാര്? ഉത്തരം: ചെറുശ്ശേരി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? ഉത്തരം: വള്ളത്തോൾ നാരായണ മേനോൻ. കേരള പാണിനി എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഉത്തരം: എ.ആർ. രാജരാജവർമ്മ. മൗഗ്ലി കേന്ദ്ര കഥാപാത്രമായ ജംഗിൾ ബുക്ക് എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം: റുഡ്യാർഡ് കിപ്ലിംഗ്. ലോക പുസ്തക ദിനം എന്നാണ്? ഉത്തരം: ഏപ്രിൽ 23. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം? ഉത്തരം: വർത്തമാന പുസ്തകം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല? ഉത്തരം: കാസർഗോഡ്. ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നതാര്? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര്? ഉത്തരം: കുമാരനാശാൻ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം: എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഐതിഹ്യമാല എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം: കൊട്ടാരത്തിൽ ശങ്കുണ്ണി. പരിസ്ഥിതി പ്രവർത്തക കൂടിയായിരുന്ന മലയാള കവയിത്രി? ഉത്തരം: സുഗതകുമാരി. മലയാളത്തിലെ ആദ്യ പത്രം? ഉത്തരം: രാജ്യസമാചാരം. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം: ചെറുതുരുത്തി. മഹാഭാരതം രചിച്ചതാര്? ഉത്തരം: വേദവ്യാസൻ. മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ? ഉത്തരം: ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി ആരാണ്? ഉത്തരം: വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം: കുഞ്ചൻ നമ്പ്യാർ. മലയാള അച്ചടിയുടെ പിതാവ് ആര്? ഉത്തരം: ബെഞ്ചമിൻ ബെയ്ലി. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥ? ഉത്തരം: എസ്.കെ. പൊറ്റക്കാട്. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചതാർക്ക്? ഉത്തരം: ജി. ശങ്കരക്കുറുപ്പ്. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏത്? ഉത്തരം: കോട്ടയം. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം: ബാലാമണിയമ്മ. കേരളത്തിൻ്റെ സാംസ്കാരിക നഗരം ഏത്? ഉത്തരം: തൃശൂർ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത രചിച്ചതാര്? ഉത്തരം: ഉള്ളൂർ. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം: ശൂരനാട് കുഞ്ഞൻപിള്ള. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം: ഓർമ്മയുടെ അറകൾ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം: വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സിനിമയുടെ പിതാവ് ആര്? ഉത്തരം: ജെ.സി. ഡാനിയേൽ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം? ഉത്തരം: വീണപൂവ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്?
ഉത്തരം ഇടശ്ശേരി. സ്നേഹഗായകൻ ആശയഗംഭീരൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം കുമാരനാശാൻ. വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? ഉത്തരം വംശി നാരായണപിള്ള. കേരളത്തിൽ വായനാ ദിനം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1996. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം SR രംഗനാഥൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം ദി നാഷണൽ ലൈബ്രറി. നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൊൽക്കത്ത. 1993 ഗ്രന്ഥശാലാ നിയമം പാസാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം ഗോവ. ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം ലൈബ്രറി ഓഫ് കോൺഗ്രസ്. ആദ്യത്തെ ലൈബ്രറി ആരംഭിച്ചത് ആരാണ്? ഉത്തരം ബെൻ ഫ്രാങ്ക്ലിൻ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏത്? ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല. ചിത്രയോഗം എന്ന ഇതിഹാസം രചിച്ചത് ആര്? ഉത്തരം മഹാകവി വള്ളത്തോൾ. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം മാധവിക്കുട്ടി. മലയാളത്തിൽ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത്? ഉത്തരം നളചരിതം ആട്ടക്കഥ. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വില്യം വേഡ്സ്വർത്ത്. മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവി ഏത്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ആരാച്ചാർ എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം KR മീര. മലബാറിലെ ഔഷധസസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. നീർമാതളം പൂത്ത കാലം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം മാധവിക്കുട്ടി. ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഒഡീസി, ഇലിയഡ്. എന്തുകൊണ്ടാണ് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം വില്യം ഷേക്സ്പിയർ ജനിച്ച ദിവസവും മരണപ്പെട്ട ദിവസവുമാണ് ഏപ്രിൽ 23. വാസനാവികൃതി എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ. നന്ദനാർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം PC ഗോപാലൻ. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്ത്? ഉത്തരം ശാശ്വതമതം. കാക്കനാടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം ജോർജ് വർഗീസ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ പുസ്തകം ഏത്? ഉത്തരം നിലവിലെ പുസ്തകം. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. കേരളത്തിലെ ആദ്യത്തെ പ്രസ് ഏത്? ഉത്തരം CMS പ്രസ്, കോട്ടയം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രത്തിൻ്റെ പേര് എന്ത്? ഉത്തരം സാഹിത്യലോകം. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നതേത്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ഉറുദു ഭാഷ. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന ഉയർന്ന പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം. 1829 കേരളത്തിൽ ആദ്യത്തെ പൊതുവായനശാല സ്ഥാപിച്ചതാര്? ഉത്തരം സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷൻ്റെ മുദ്രാവാക്യം എന്ത്? ഉത്തരം വായിച്ച് വളരുക. കേരള ഗ്രന്ഥശാലാ ദിനം എന്ന്? ഉത്തരം സെപ്റ്റംബർ 14. ജൂൺ 19 ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? ഉത്തരം 2017. രമണൻ എന്ന കൃതി രചിച്ചതാര്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കൂടുതൽ ദിനപത്രങ്ങൾ ഇറക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത്? ഉത്തരം ബംഗാൾ ഗസറ്റ്. പ്രസിദ്ധീകരണം തുടരുന്ന മലയാളത്തിലെ ഏറ്റവും പഴയ പത്രം ഏത്? ഉത്തരം ദീപിക.
പൂന്താനത്തിൻ്റെ പ്രസിദ്ധമായ കൃതി. ഉത്തരം ജ്ഞാനപ്പാന. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. മഹാകവി ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഏത്? ഉത്തരം ഉമാകേരളം. പത്മഭൂഷൺ നേടിയ മലയാള കവി. ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. കയർ എന്ന പ്രസിദ്ധമായ നോവൽ എഴുതിയതാര്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. ഒ വി വിജയൻ്റെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്? ഉത്തരം ഗുരുസാഗരം. മലയാള സാഹിത്യത്തിൽ ആദ്യം ഡോക്ടറേറ്റ് നേടിയ വ്യക്തി. ഉത്തരം ചേലനാട് അച്യുതമേനോൻ. സാഹിത്യമഞ്ജരിയുടെ കർത്താവ് ആര്? ഉത്തരം വള്ളത്തോൾ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം സച്ചിദാനന്ദൻ. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? ഉത്തരം രണ്ടാമൂഴം. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എഴുതിയ സന്ദേശകാവ്യം ഏത്? ഉത്തരം മയൂര സന്ദേശം. കേരളം എന്ന കാവ്യം രചിച്ചതാര്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം എഴുത്തച്ഛൻ. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി. ഉത്തരം കെ ശ്രീകുമാർ. കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ നിയമം പാസാക്കിയ വർഷം. ഉത്തരം 1969. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളം ഏത് ഭാഷാഗോത്രത്തിൽ പെടുന്നു? ഉത്തരം ദ്രാവിഡ ഭാഷാഗോത്രം. കഥകളിയുടെ സാഹിത്യരൂപം ഏത്? ഉത്തരം ആട്ടക്കഥ. പപ്പു ഏത് കൃതിയിലെ കഥാപാത്രം? ഉത്തരം ഓടയിൽ നിന്ന്. മണിപ്രവാള ഭാഷയിൽ ഏതൊക്കെ ഭാഷകൾ ചേരുന്നു? ഉത്തരം മലയാളവും സംസ്കൃതവും. പൂതപ്പാട്ട് എന്ന കവിത എഴുതിയ കവി. ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. എസ് കെ പൊറ്റക്കാടിൻ്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏത്? ഉത്തരം വിഷകന്യക. എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏത്? ഉത്തരം അറബിപ്പൊന്ന്. ചുക്ക് എന്ന നോവൽ ആരുടെ രചനയാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. മലയാളത്തിൽ ആദ്യം സിനിമയാക്കിയ നോവൽ ഏത്? ഉത്തരം മാർത്താണ്ഡവർമ്മ.